ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മളൊരു പേപ്പർ വെയിറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അതും നമ്മളൊരു പാണ്ട തീമിലാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ആക്ച്വലി ഞാനൊരു ഷോർട്ട് വേർഷനായിട്ട് നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അങ്ങനെ ആരും ഇങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു പേപ്പർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷനും കൂടെ പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ മനസ്സിലാവും എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ടവരെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്കും കൂടെ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടാൽ തോന്നിയുകൊണ്ട് ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ യുണീക്കായിട്ട് കുറച്ചും കൂടി യുണീക്കായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ചെയ്യുന്നതിനോട് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുമല്ലോ. സോ ഐ തിങ്ക് ഇതൊരു ഒരു മെമ്മറി ആയിട്ട് എൻ്റെ ചാനലിൽ ഒരു ലോങ് വെർഷനായിട്ട് കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഈ ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള ഐശ്വര്യ എന്ന് പറയുന്ന സിസ്റ്റർ സജഷനായിട്ട് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പേപ്പർ വെയിറ്റ് ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്, അത് ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ ഒരു പാണ്ട തീമിലാവുമ്പോൾ അത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. എന്നാൽ പിന്നെ അത് ചെയ്തേക്കാൻ വിചാരിച്ചു. പേപ്പർ വെയിറ്റ് ആയതുകൊണ്ട് കുറച്ച് കനത്തിൽ വേണമല്ലോ, അതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി പറ്റിയൊരു കല്ല് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടാസ്ക്. അങ്ങനെ പറ്റിയ ഒരു ഷേപ്പിലുള്ള ഒരു കല്ല് കണ്ടുപിടിച്ചു. അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതുപോലെ ഒരു അലുമിനിയം ഫോയിൽ ഇതുപോലെ ഒരു തലയുടെ ഭാഗത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അതിങ്ങനെ ചുരുട്ടി എടുത്തിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫെവിക്കോളിൻ്റെ ഓൾഫിക്സ് ഗ്ലൂവോ ഫെവി ബോണ്ടോ ഇല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ എന്ത് വേണമെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്ലൂ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ബാക്കി ഭാഗവും നമുക്കിതുപോലെ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം പേപ്പർ ചുരുട്ടി വെച്ചാലും മതിയാവും. ഞാനിവിടെ അലുമിനിയം ഫോയിൽ പെട്ടെന്ന് എളുപ്പത്തിന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അലുമിനിയം ഫോയിൽ തന്നെ എടുത്തു. പിന്നെ ഈ ഒരു വീഡിയോ ഫുള്ളും ഞാൻ വെളിയിലിരുന്നിട്ടാണ്, ഒരു 3/4 ഭാഗം വെളിയിലിരുന്നിട്ടാണ് ചെയ്യുന്നത്. പെയിൻറ്റിങ് മാത്രമേ അകത്തിരുന്ന് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതൊരു ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് യൂണീക്ക് ആയതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ടും കൂടെ പോസ്റ്റ് ചെയ്യുന്നത്. അലുമിനിയം ഫോയിൽ വെച്ചിട്ട് എല്ലാം കവർ ചെയ്തതിന് ശേഷം നമുക്ക് അതിന് പുറത്തേക്ക് പേപ്പർ ടേപ്പ് വെച്ചിട്ടൊരു കവറിങ്ങും കൂടെ കൊടുക്കണം. അലുമിനിയം ഫോയിലിൽ ക്ലേ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യമൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേപ്പർ ടേപ്പ് കൊടുക്കണം കേട്ടോ. നിങ്ങളിനിപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ പേപ്പറാണ് ഉപയോഗിക്കുന്ന കവറിങ്ങിന് എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പേപ്പർ ടേപ്പ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ താരമായിട്ടുള്ള ക്ലേ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് മോൾഡിഡ് ക്ലേ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്ലേ ആയിരിക്കും. പിന്നെ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ക്ലേ ആണ്. ഇനി ആർക്കെങ്കിലും ഓൺലൈനിലായിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇതിൻ്റെ കൂടെ താഴെ കൊടുത്തേക്കാം കേട്ടോ. അത് മാത്രമല്ല ഈ ഒരു വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെയൊക്കെ ലിങ്കും ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫെവിക്കൽ മോൾഡിറ്റിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു റെസിനും ഹാർഡനറും ആയിട്ട് 2 പാക്കറ്റിലാണ് വരിക. അത് ഈക്വൽ പ്രൊപ്പോർഷനിൽ നമ്മൾ മുറിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് നീഡ് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഈവൻ ടോൺ കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ സ്കൾപ്റ്റിംഗ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബേസിലേക്ക് നമ്മൾ ഈ ഒരു ക്ലേ വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ തൊട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ സർഫസ് ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു സ്കൾപ്ചർ എന്ന് പറയുന്നത് പണ്ട് കിടക്കുന്ന പൊസിഷനിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ കല്ലിൻ്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ചെയ്തു കൊടുത്തത്. ഇനി നമുക്ക് ഈ ക്ലേ ഉണങ്ങാൻ വെക്കാം. ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്. എൻ്റെ കയ്യിൽ മോൾഡിഡ് ക്ലേ ഇത്രയും ക്വാണ്ടിറ്റിയിലില്ല. ഇനി നമുക്ക് സ്കൾപ്റ്റ് ചെയ്യാൻ ഒരുപാടുണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മോൾഡിഡ് ക്ലേ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി കുറച്ചല്ലേ ഉള്ളൂ, അത് വേറെ എന്തെങ്കിലും കാര്യത്തിന് എടുക്കാൻ വിചാരിച്ചിട്ട് നമ്മുടെ സ്വന്തം പേപ്പർ ക്ലേ എടുക്കാമെന്ന് വിചാരിച്ചു. പേപ്പർ ക്ലേ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. എപ്പോഴും ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സാധനമാണ് പേപ്പർ ക്ലേ. അത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും. സോ ഞാൻ വിചാരിച്ചു എന്നാൽ പേപ്പർ ക്ലേ കൊണ്ട് തന്നെ ബാക്കി ചെയ്യാമെന്ന്. അങ്ങനെ ബാക്കി സ്കൾപ്റ്റിംഗ് എല്ലാം നമ്മൾ പേപ്പർ ക്ലേ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ പേപ്പർ ക്ലേ എടുത്തത് എന്താ വെച്ചാൽ അടിയിൽ കല്ലാണല്ലോ, അത്രയും വെയിറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. മോൾഡിഡ് ക്ലേ പോലെയല്ല പേപ്പർ ക്ലേ. പേപ്പർ ക്ലേ കുറച്ചും കൂടെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ക്ലേ ആണ്. പിന്നെ ഇത് കുഴപ്പമില്ല, കല്ലടിയിൽ വരുന്നതുകൊണ്ട് ഓൾറെഡി കുറച്ച് വെയിറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ചും കൂടെ വെയിറ്റ് ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്കിത് എന്താണെങ്കിലും പേപ്പർ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും താഴത്തെ ബേസ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനം വെച്ചിട്ട് ഉണ്ടാക്കുക, പേപ്പർ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ. എല്ലാ ഒരു ഷോ പീസൊക്കെ ആയിട്ടാണ് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും താഴെ ബേസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. വേണമെങ്കിൽ പേപ്പർ ചുരുട്ടി വെച്ചാലും മതിയാവും.
ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ പാണ്ടയുടെ ആ ഒരു ബോഡിയിലുള്ള ഡീറ്റെയിലിംഗ് എല്ലാം കൊടുക്കാം. ഇപ്പം ഞാൻ ഫേസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫേസ് ചെയ്യുമ്പോൾ ഫേസിൽ കുറച്ചും കൂടെ ഒരു ക്യൂട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കവിളൊക്കെ വരുന്ന പോലെയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ആ ഫേസിൽ വരുന്ന ആ ഒരു മൂക്കിൻ്റെയും വായിൻ്റെയും ഭാഗം അതെല്ലാം നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കാം. ഓരോ പ്രാവശ്യവും ഓരോ ഭാഗത്തും നമ്മൾ ക്ലേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്ടർ ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്തിരിക്കും. പേപ്പർ ക്ലേ നല്ല രസമാണ് അതിൻ്റെ ആ ഒരു ബ്ലെൻഡിങ് പ്രോസസ്സ്. കാരണം നമ്മൾ വെള്ളം തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ആഡ് ചെയ്ത ക്ലേ അതിൻ്റെ താഴത്തെ ലെയറുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരും. ഇനി നമുക്ക് കാലുകളും കൈകളും വെച്ച് കൊടുക്കാം. അപ്പോൾ പുറകിലുള്ള കാലുകളാണ് നമ്മളിതുപോലെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാനിത് ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും കൊടുത്ത് ചെയ്തിട്ടില്ല. കാരണം ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് ക്ഷമയുണ്ട്, ഓരോ ലെയറും ഉണക്കി എടുക്കാനുള്ളൊരു ക്ഷമയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും ഈ ക്ഷമയുടെ കാര്യം പറയുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് എല്ലാവർക്കും പെട്ടെന്നൊരു ആർട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്തെടുക്കണം എന്നാണ് താല്പര്യം. ഞാൻ അങ്ങനത്തെ ഒരാളല്ല കേട്ടോ. ഞാൻ പൊതുവേ സമയമെടുത്ത് ആർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാറില്ല. കാരണം ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒരു ആർട്ടും ചെയ്യാറില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ വീഡിയോയുടെ. എന്നോട് ചിലർ ചോദിക്കാറുണ്ട് ഇപ്പം അങ്ങനെ വീഡിയോ ഒന്നും എന്താ കൂടുതൽ ചെയ്യാത്തത്. ഞാൻ പണ്ടും ഒരു ആഴ്ചയിൽ 2 വീഡിയോസാണ് ലോങ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ലോങ് വീഡിയോ ചെയ്യാനേ പറ്റാറില്ല. പലപ്പോഴും ബിസിയായി പോകാറുണ്ട്. പിന്നെ കിട്ടുന്ന സമയത്ത് പതുക്കെ പതുക്കെയാണ് ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരു ആർട്ട് ചെയ്യണ സ്വഭാവം എനിക്ക് കുറവാണ്. അങ്ങനെ നമ്മുടെ പാണ്ടക്കുട്ടൻ്റെ ആ ഒരു ബോഡി ഇപ്പം ഏകദേശം ഫിനിഷിങ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഉണങ്ങാൻ വെക്കാം. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കുറച്ച് ജെസ്സു എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് ചോക്ക് പൗഡറും കുറച്ച് ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം വാൾപുട്ടിയും അതുപോലെ ഫെവിക്കോളും കൂടെ മിക്സറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിനെ ഒരു സർഫസ് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാനും കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഇതിന് ശേഷം ഞാൻ ഈ ഒരു പാണ്ടയുടെ പുറത്തേക്ക് സിമെൻറ്റ് പ്രൈമറിൻ്റെ ഒരു കോട്ടും കൂടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പ്രൈമർ കോട്ട് സാധാരണ അതിൽ കൊടുക്കാറുണ്ട്. എൻ്റെ കയ്യിൽ വൈറ്റ് കളർ കുറവുള്ള സമയത്താണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് നേരിട്ട് തന്നെ ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആദ്യമേ ഏതായാലും 1-2 കോട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ആ ഒരു സർഫസ് വളരെ സ്മൂത്തായിട്ടിരിക്കണം. ഈ ഒരു പെയിൻറ്റിൻ്റെ ബ്രഷിൻ്റെ സ്ട്രോക്സ് ഒന്നും അതിൽ ഇല്ലാത്ത രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇനി അത് നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഞാനിങ്ങനെ പ്രൈമർ കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു കോട്ട് അക്രിലിക് പെയിൻറ്റും കൂടെ കൊടുത്തിട്ടാണ് ഉണക്കിയെടുത്തിട്ടുണ്ട്. അതിപ്പം നല്ല ഒരു സർഫസ് ഫുള്ളായിട്ട് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാണ്ടയുടെ കണ്ണിൻ്റെ ഭാഗമൊക്കെ ഒന്ന് പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ബ്ലാക്ക് വരുന്ന ഏരിയയിലെല്ലാം ബ്ലാക്ക് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പെയിൻറ്റിങ് എന്ന് പറയുന്ന കാര്യം സത്യം പറഞ്ഞാൽ ഒരു മൈൻഡിന് ഭയങ്കര ഒരു കാംനെസ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. പെയിൻറ്റിങ് മാത്രമല്ല കേട്ടോ, ഇതുപോലെ സ്കൾപ്റ്റിങ് ചെയ്യണത്, ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം ചെയ്യുന്നതും മൈൻഡിന് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ എക്സാം ടൈമിലാണെങ്കിൽ പോലും ചില സമയത്തൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് ചെറിയ രീതിയിൽ, ഒരുപാട് ടൈം നമുക്ക് കളയാനുണ്ടാവില്ലല്ലോ, എന്നാലും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ സമയം കണ്ടെത്താറുണ്ട് എന്നുള്ളതാണ് സത്യം. ഒന്നുമില്ലെങ്കിലും പേപ്പർ എടുത്തിട്ട് പേന കൊണ്ടാണെങ്കിലും എന്തെങ്കിലും സാധനം ഇങ്ങനെ സ്ക്രിബിൾ ചെയ്ത് ഇടുന്നത് പോലും ഒരു മൈൻഡിനൊരു റിലീഫ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കുമല്ലോ എക്സാം ടൈമിലൊക്കെ. ആ സമയത്ത് എന്ന് പറയുമ്പോൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ടെന്നല്ല കേട്ടോ, പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ കുറച്ചൊരു സമയമൊക്കെ നമ്മൾ പഠിക്കാതിരിക്കുമല്ലോ, നമുക്ക് കുറച്ചൊരു ഇൻ്റർവെൽ ഇട്ടിട്ട് പഠിക്കണം. ആ സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു കോൺസെൻട്രേഷൻ പവറൊക്കെ കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നമ്മളിവിടെ പെയിൻറ്റിങ് എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കണ്ണിൻ്റെ അവിടെ നമുക്ക് കുറച്ച് ഒരു ഗ്രേ ഷെയ്ഡ് കൊടുത്തിട്ട് വേണം കേട്ടോ കണ്ണ് വരച്ച് കൊടുക്കുക. നേരെ ഫുള്ളും ബ്ലാക്ക് വെച്ച് കഴിഞ്ഞാൽ കണ്ണിനൊരു ജീവനില്ലാത്ത പോലെ തോന്നും. ഇതുപോലെ കൃഷ്ണമണി എന്നിട്ട് ബ്ലാക്ക് ആയിട്ട് കൊടുത്തിട്ട് അവിടെ 2 വൈറ്റ് കുത്തും കൂടി ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ മൂക്കിൻ്റെ താഴേക്ക് ജസ്റ്റ് ഒരു കുഞ്ഞ് ലൈൻ കൂടെ ബ്ലാക്ക് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്കിനി വാർണിഷ് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്ലോസ് വാർണിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു പേപ്പർ വെയിറ്റ് ആയിട്ട് വളരെ റഫായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വാർണിഷ് കോട്ടും കൂടെ കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ അതും ഉണക്കിയെടുത്ത് കഴിയുമ്പോൾ
നമ്മുടെ പാണ്ടക്കുട്ടൻ്റെ തീമിലുള്ള പേപ്പർ വെയിറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ നിങ്ങളുടെ നോട്ട്സോ അല്ലെങ്കിൽ ബാക്കി എന്ത് പേപ്പർ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സുരക്ഷിതമായിട്ട് വെക്കാൻ പറ്റും. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ പാണ്ടക്കുട്ടനുണ്ട് പേപ്പറിനെ രക്ഷിക്കാൻ. ഏതായാലും എനിക്ക് ഈ ഒരു പേപ്പർ വെയിറ്റ് ഉണ്ടാക്കുന്ന ഈ ഒരു മേക്കിംഗ് പ്രോസസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, thank you for watching. Cheers.